ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസ് മിസ്സാവാനും പഴയ വീഡിയോ കാണുവാനും വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങളുടെ ചാനൽ വ്യക്തമായ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ രീതിയിൽ അത് ചാനലിനെ ഫോളോ ചെയ്യാനും ആ ഒരു രീതിക്ക് നിങ്ങളെ ചാനൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസും നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തരാനുള്ള ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുമ്പോൾ മാത്രമേ എനിക്കത് കിട്ടുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി 48,250 ഭാഗത്തും 48,000 ഒരു റേഞ്ചിനകത്ത് കിടന്നാണ് ബാങ്ക് നിഫ്റ്റിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെയാണ് നിഫ്റ്റിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 22,345 22,555 ഇടയ്ക്കുള്ള ഈ ഭാഗത്ത് കിടന്നുമാണ് വ്യക്തമായ രീതിയിൽ ബാങ്ക് നിഫ്റ്റിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മൊമെൻറ്റം തരാതെ ഒരു റേഞ്ച് കീപ്പ് ചെയ്ത രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയും പൊക്കോണ്ടിരിക്കുന്നത്. 150 സ്പോട്ടിൻ്റെ അവിടെ ഒരു റെസിസ്റ്റൻസ് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 22,300 റേഞ്ചിൽ സ്പോട്ടിൽ നല്ലൊരു ബൈയിങ്ങും കാണും. ചുരുക്കി പറഞ്ഞാൽ ഒരു പക്ക ഒരു റേഞ്ചിലായിരുന്നു കഴിഞ്ഞ 3 ദിവസമായിട്ട്, തിങ്കളാഴ്ചയ്ക്ക് ശേഷം വന്ന 3 ദിവസം വ്യക്തമായിട്ട് പോയത്. വെള്ളിയാഴ്ച നമ്മുടെ ഹോളി പ്രകാരം നമ്മുടെ മാർക്കറ്റൊക്കെ അവധിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വൃത്തികെട്ട മാർക്കറ്റായിരുന്നു. കാരണം പുട്ട് ഓപ്ഷൻസ് ഒക്കെ ട്രിഗർ ചെയ്ത് പുട്ട് ഓപ്ഷനൊക്കെ എടുത്തു. പക്ഷേ എടുത്തിട്ട് കൂടെ എന്ത് പറ്റി, നമുക്കൊരു ഒരു പ്രോമിസബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ടാർഗറ്റ് കിട്ടാതെ പല ട്രേഡ്സും കോസ്റ്റിലൊക്കെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ഒരു ട്രേഡിംഗ് ഡേ ആയിരുന്നു കഴിഞ്ഞ 3 ദിവസം കടന്നു പോയത്. ഒരു റിമാർക്കബിളായ ഒരു ട്രേഡിംഗ് ഡേ വേണമെങ്കിൽ പറയാവുന്നത് ചൊവ്വാഴ്ച ഡിപ്പിലൊരു ബൈ കിട്ടിയത്. അത് നല്ലൊരു സൂപ്പർ ട്രേഡിംഗ് ആയിരുന്നു. പക്ഷേ എന്നാൽ ബുധനും വ്യാഴവും മാർക്കറ്റിനെ പൊതുവേ ഒരു വൃത്തികെട്ട രീതിയിലൊക്കെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ 3 ദിവസത്തെ പ്രൊഫൈൽ അങ്ങോട്ടൊന്ന് മെർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മളെ ട്രംപിൻ്റെ ഒരു ന്യൂസ് വന്നാൽ അത് നമുക്ക് ബാധിക്കുന്നു എന്നാൽ നമുക്ക് കിടിലമായി നമ്മുടെ ഡേറ്റ വന്നു പോസിറ്റീവായിട്ട്. നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ IIP വളരെ പോസിറ്റീവായ രീതിയിൽ വന്നിട്ട് കൂടി നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നില്ല. സോ കഴിഞ്ഞ 3 ദിവസമായി നിഫ്റ്റി ഒരു പക്ക ഒരു ബാലൻസിങ് ആണ്. 22,550 ഈ POC കടയിലും 22,310 എന്ന് പറഞ്ഞ ചൊവ്വാഴ്ചത്തെ ലോവറിലെ ഇടയിലും ഈ ഒരു 240 പോയിന്റിന്റെ ഭാഗത്ത് കിടന്നാണ് വ്യക്തമായിട്ട് നിഫ്റ്റി കളിക്കുന്നത്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾ അറിയാൻ പറ്റും, ഹയർ ഹൈസ് ഫോർമേഷൻ ബാങ്ക് നിഫ്റ്റിയിലെ സ്പോട്ട് മാർക്കറ്റിലുണ്ട്. ഒരു ന്യൂട്രൽ ഡേ ആണ് നമ്മുടെ വ്യാഴാഴ്ചയും ബുധനാഴ്ചയും നമ്മുടെ ബാങ്ക് നിഫ്റ്റി വന്നത്. ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് ഡേ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ന്യൂട്രൽ ഡേയ്സ് എപ്പോഴും ഓർത്തോളുക. ന്യൂട്രൽ ഡേയ്സ് വരുന്ന ദിവസങ്ങളിൽ ഒന്നുകിൽ ഒരു ബാലൻസിങ് വരാറുണ്ട്, അല്ലെങ്കിൽ അതൊരു ട്രെൻഡിങ് തരാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രെൻഡിങ് മൂവ് വരാതെ, ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ 1 സൈഡുള്ള ഒരു ഡിസിഷൻ മൂവ് മേക്കിംഗ് ആയിട്ട് മൂവ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ വെള്ളിയാഴ്ച നിഫ്റ്റിയിലും ആ ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നായിരുന്നു. ഫ്യൂച്ചർ ലെവലിൽ 22,615 22,600 ആ റേഞ്ചിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വെള്ളിയാഴ്ചയിൽ 22,600 ഭാഗത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കിയാൽ 22,615 ഭാഗത്തൊരു ഫെയിൽഡ് ഓപ്ഷൻ വന്നപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റബിൾ ആയ ഒരു ട്രേഡ് സെറ്റപ്പ് തരാതെ രീതിയിൽ പോവുകയാണ്. അത് പ്യുവർലി ഓപ്ഷൻ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ഒരു പ്ലേ ആണ്. ഈവൻ ദോ വളരെ ബിഗ് ഈവൻ്റ് ആയ ബഡ്ജറ്റ് വന്നിട്ട് കൂടി ഓപ്ഷൻ റൈറ്റേഴ്സ് വളരെയധികം സ്റ്റാഗ്നൻ്റ് ആയിട്ട് സ്റ്റബോൺ ആയിട്ട് രീതിയിൽ മാർക്കറ്റിനെ പിടിച്ചു നിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പം കണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് കൈൻഡ്ലി പൊസിഷനായിട്ട് നിങ്ങൾ ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിൽ ഈ പൊസിഷണൽ പ്ലേയിൽ കഴിവതും ഒഴിവാക്കിക്കൊണ്ട് സ്പ്രെഡിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ട്രേഡിങ്ങിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പുട്ട് ഓപ്ഷൻ വരികയാണെങ്കിൽ അത് നിങ്ങൾ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചതിന് ശേഷം ഇൻ ദ മണി പുട്ട് വാങ്ങിച്ചിട്ട് ഔട്ട് ഓഫ് ദ മണി പുട്ട്
ഇട്ട് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് മാർക്കറ്റ് റിവേഴ്സ് വരുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ പ്രീമിയം ഈറ്റിങ്ങിൽ കുറച്ച് അത് നമ്മളെ ലോസ് ഹിറ്റ് ആയാലും ചെറിയ ലോസിലൊക്കെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ പൊസിഷൻസ് കുറച്ചെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഈ മാർക്കറ്റിനെ കഴിവതും അങ്ങ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ട്രെൻഡിങ് ഡേയ്സ് ഉള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെന്റ് വരാം. ഇപ്പോൾ ആ ട്രെൻഡിങ് ഡേയ്സ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. സോ ഒരു ട്രെൻഡിങ് മൂവ് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് മാർക്കറ്റ് 3-4 ദിവസങ്ങളിൽ മാക്സിമം നിന്ന് ആ ട്രെൻഡിങ് ഡേയിൽ എന്തൊക്കെ പ്രോഫിറ്റ് കിട്ടുമോ അതെല്ലാം അടിച്ച് പറത്തിക്കൊണ്ട് മറ്റേ ട്രേഡിലും പോകും, അവസാനം ഫണ്ട് ലോസിലും പോകും. ആ ഒരു രീതിയാണ് ഇപ്പോൾ സിനാരിയാണ് മാർക്കറ്റിൽ കണ്ടുവന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വളരെയധികം പൊസിഷൻസ് കുറച്ചാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഒന്ന്, എൻ്റെ പൈസ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. 2, മാർക്കറ്റ് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം. നമുക്ക് ആ മാർക്കറ്റിൽ ആ പോസിബിലിറ്റി മാർക്കറ്റിൽ ഇല്ല എങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു രീതിയിലുള്ള റിസ്ക് നമുക്ക് എപ്പോഴും വരും. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡിങ്ങിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രോമിസബിളായ രീതിയിൽ ട്രേഡിങ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് മാർക്കറ്റ് തരുന്നതാണ്. അപ്പം വ്യക്തമായി ഓർത്തുകൊള്ളുക, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ഗിഫ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 43,044 കിടന്ന നമ്മുടെ ഡൗ ജോൺസ് ഏകദേശം പറഞ്ഞാൽ 40,500 വരെ വന്നു. ഏകദേശം പറഞ്ഞാൽ 3,500-400 പോയിന്റുകൾ അടിച്ചിട്ട് കൂടെ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രയാണ്, ആ ഒരു 22,600 എന്ന് 22,400 പോയിന്റിന്റെ ഭാഗത്ത് കിടന്ന് ചുരുക്കി പറഞ്ഞാൽ ഒരു എന്തുവാണ്, വേൾഡ് മാർക്കറ്റ് അടിച്ചോ അതിൻ്റെ കൂടെ അടിക്കുന്നില്ല, വേൾഡ് മാർക്കറ്റ് കയറുന്നോ അതിൻ്റെ കൂടെ കയറുന്നില്ല. ആ ഒരു വൃത്തികെട്ട ഒരു രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ വരാൻ പോകുന്ന ആഴ്ചകളിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ന്യൂസുകളൊക്കെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ കൂടി അത് വളരെ എങ്ങനെ മാർക്കറ്റിനെ ബാധിക്കുമെന്ന് നമുക്കറിയാം. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ GDP നമ്മുടെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റ പോസിറ്റീവ് ആയിരുന്നു, മാർക്കറ്റ് അടിച്ചിട്ടില്ല, കയറിയിട്ടില്ല. സോ ഈ വരാൻ 3 ദിവസങ്ങളിൽ അങ്ങനെ വളരെ അമേരിക്കയുടെ കൺസ്യൂമർ കോൺഫിഡൻസ് ഉണ്ട്, ഹോം സെയിൽസും ഉണ്ട്, പിന്നെ റിച്ച്മോണ്ട് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് വരാനുണ്ട്. ബുധനാഴ്ചകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ എന്താണ് വലിയ ന്യൂസ് ഒന്നും അമേരിക്കൻ മാർക്കറ്റിലില്ല, കോർ ഡ്യൂറബിൾസിൻ്റെ മാത്രമേ ഉള്ളൂ. വ്യാഴാഴ്ചയിൽ അമേരിക്കയിലെ GDP വരുന്നുണ്ട് വ്യാഴാഴ്ച. അതൊരു ട്രെൻഡിങ് ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ഈ വരുന്ന വ്യാഴാഴ്ച വരും. വെള്ളിയാഴ്ചയിൽ പിന്നെ അങ്ങനെ വേറെ വലിയൊരു ന്യൂസ് ഒന്നും അമേരിക്കൻ മാർക്കറ്റിലില്ല. കുറച്ചുള്ളത് ഏതാണ്, നമ്മുടെ കോർ PCE ഇൻഡെക്സും എന്താണ് ഫെബ്രുവരിയുടെയും കോർ PCE പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയറും വരാൻ പോകും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഡേറ്റ ഒന്നുമില്ല, GDPയുടെ ഡേറ്റ മാത്രമേ വരുന്നുള്ളൂ. അമേരിക്കൻ മാർക്കറ്റിൻ്റെയും ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റ കൺട്രോളബിൾ ആയ രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഷോർട്ട് കവറിങ് വരുന്നുണ്ടോ നോക്കിയാൽ വരുന്നില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, വ്യാഴാഴ്ച നമ്മളെ നിഫ്റ്റി 22,340 എന്ന് പറഞ്ഞ ലോ അടിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ വെള്ളിയാഴ്ച മാർക്കറ്റ് നമുക്കില്ലായിരുന്നു. അന്ന് അവസാനിക്കുന്ന സമയത്ത് 22,586 വരെ. ഇപ്പോൾ എവിടെ അടി തുടങ്ങിയോ ആ ഭാഗത്തേക്ക് തിരിച്ചെത്തി, അവിടെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് അവധിയാകുന്ന ദിവസങ്ങളിൽ ഒരു മൊമെന്റം വരുന്നതൊക്കെ നമ്മൾ മിസ്സാകുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവായ രീതിയിൽ നമ്മളെ മാർക്കറ്റിനെ ബാധിക്കും. കാരണം നമ്മളിപ്പോൾ മൈനസ് അടിച്ചു പൊളിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് നിങ്ങൾ നോക്കി അറിയാമെങ്കിൽ നമ്മളെ നിഫ്റ്റിയിൽ ഏകദേശം പറയുകയാണെങ്കിൽ 5,861 സെല്ലിങ് വന്ന ഒരു ഡേ ആയിരുന്നു ഡെൽറ്റയിൽ. നിങ്ങൾ അപ്പോൾ അത് കൃത്യമായിട്ട് വന്ന ഫ്യൂച്ചറിൽ അത് എന്തുവാണ്, തിങ്കളാഴ്ച നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ പ്ലെയർ മൊത്തം പാനിക് ആവും, ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് മാർക്കറ്റ്, 2 പ്ലെയർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്യുവർലി ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ഒരു മാർക്കറ്റാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കിനി നോക്കേണ്ടത് ഈ വരാൻ 3 ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെയായിരിക്കും, അതിൻ്റെ POC വെച്ചുള്ള ഒരു ലെവലൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് ആ രീതിക്ക് ട്രേഡബിൾ ആക്ഷൻസ് എടുക്കാനുള്ള രീതിയിലേക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ചുരുക്കി പറഞ്ഞ് നിങ്ങൾ കണ്ടറിയാലോ, നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസം ഒരു റേഞ്ച് നിൽക്കുകയാണ്. അതിൻ്റെ POC വന്നാൽ 22,446 POC നിൽക്കണം. സോ ഞാൻ ആ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ 22,446 നമ്മുടെ കഴിഞ്ഞ 3 ദിവസം റേഞ്ച് POC 22,446 ആണ് റേഞ്ച് POC നിൽക്കുന്നത്. 22,446 നമ്മുടെ റേഞ്ച് POC കഴിഞ്ഞ 3 ദിവസത്തെ റേഞ്ചിൻ്റെ POC ഇതാണ്. അത് ഞാൻ റേഞ്ച് POC എന്ന് തന്നെ പേര് പറഞ്ഞ് എന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ 22,446. എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 22,555 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുള്ളൂ. എത്രയാണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ 22,555 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ വേണ്ട, നടക്കണ്ട. ഓപ്ഷൻ റൈറ്റേഴ്സ് എടുക്കുക, റൈറ്റ് ചെയ്യുക, പോവുക. അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്നവർ ആ സ്കാൽപ്പിംഗ് നോക്കുക. പിന്നെ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 22,345 താഴെ മാത്രമേ സ്പോട്ടിൽ ഞാൻ സെല്ലിംഗ് ഉള്ളൂ. എത്രയാണ് 22
22,345 താഴെ മാത്രമേ ഞാൻ സ്പോട്ടിൽ സെല്ലിങ്ങും ചെയ്യുന്നുള്ളൂ. എത്ര 22,345 എന്നാണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അപ്പം ഞാൻ ബുള്ളിഷ് നമുക്കായിട്ടുണ്ട്, ബെയറിഷ് നമുക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പം ബുള്ളിഷ് മാർക്ക് ചെയ്യണം, ബെയറിഷ് മാർക്ക് ചെയ്ത്. ബുള്ളിഷും ആയിട്ടുണ്ട്, ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 22,345 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 22,555 ഇനി 555 മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകും? 550 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായി ഓർത്തോളുക, 22,620 ഭാഗത്തേക്ക് സ്പോട്ട്. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 22,620 ആണേ. R1 എന്ന് പറയുമ്പം 22,620 ഭാഗത്തേക്ക് പോവാം. അതാണ് എന്നെ സംബന്ധിച്ചുള്ള R1. ചെറിയ ടാർഗറ്റുകളൊക്കെ വരുന്നുള്ളൂ, കാരണം മാർക്കറ്റ് റേഞ്ചിൽ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. വലിയ ടാർഗറ്റ് എനിക്ക് വയ്ക്കാൻ പറ്റില്ല, കാരണം വച്ചിട്ട് പ്രയോജനമില്ല. നമുക്ക് കിട്ടാത്ത കാര്യം നമ്മൾ വച്ചിട്ട് കാര്യമുണ്ടല്ലോ. 620 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്തത് 678, അടുത്ത 22,678, 22,678 ആണ് സ്പോട്ടിൽ R2 എന്ന് പറയുന്നത്. അതിന് 628 അത് ഞാൻ മാർക്ക് ചെയ്തു. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R3 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വന്നല്ലോ, ഈ ഗ്യാപ്പ് 22,767 ഭാഗത്തേക്ക് പോയി. ഇതാണ് 22,000 R3 എന്ന് പറയുമ്പം 22,767 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് നമ്മളെ ഈ ഗ്യാപ്പിൻ്റെ ഭാഗം. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം നിഫ്റ്റിക്ക് കൂടുതലാണ്. അപ്പം 22,555 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എങ്ങോട്ട് പോകാം? 22,620, 22,678, 22,767 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട താഴേക്ക് വരുമ്പോൾ നമുക്ക് സെല്ലിങ് നോക്കണം. അപ്പോൾ ആദ്യം നോക്കേണ്ട 345 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന എവിടെയാണ്? 345 പൊട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 290, 22,290 ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ബൈയിങ് ഏരിയ ആണേ. 22,290 ആണ് എന്നെ സംബന്ധിച്ചുള്ള S1. ഫസ്റ്റ് നമ്മളെ താഴേക്കുള്ള ടാർഗറ്റ് ആ ഭാഗത്തേക്ക് വരാം. S1 എന്ന് പറയുമ്പം 22,290. അതിന് താഴെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന 22,233 എന്ന് പറഞ്ഞാൽ ഈ POC 22,233. ഇതായിരിക്കും ഞാൻ S2 എന്ന് പറയുമ്പം 22,233 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള S1ഉം S2ഉം. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് എന്താണ്? താഴേക്ക് പോയാൽ ഈ ഒരു സപ്പോർട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നൊരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മുകളിലോട്ട് പോവുകയാണെങ്കിൽ 767 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. പക്ഷേ ഇതെല്ലാം നമ്മളെ ഡിപ്പെൻഡിങ് അപ്പോൾ ഈ ബുള്ളിഷ് റെഫറൻസിൻ്റെ മുകളിലും ബെയറിഷ് റെഫറൻസിൻ്റെ അകത്തും മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എന്താണ് ഇതെല്ലാ സിനാരിയും ചേഞ്ച് ആവുകയും പ്യുവർലി പ്രീമിയം ഈറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ വേണമെങ്കിൽ കോൺട്രാക്ട് ഒക്കെ എടുക്കാം. എങ്ങനെ 22,555 എടുക്കുന്ന സമയത്ത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് R2 അല്ല സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് R1 അല്ല സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ POCയുടെ ഭാഗത്തേക്ക് എയിം ചെയ്യാം. ഇല്ല താഴെ 345 എത്തുന്ന സമയത്ത് R1 S1 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ POCയുടെ ഭാഗത്തേക്ക് എയിം ചെയ്യാം. അങ്ങനെയുള്ള എന്തുവാണ് റിവേഴ്സ് സ്കാൽപ്പിംഗ് കോൺട്രാക്ട് ട്രേഡ്സിൻ്റെ ചാൻസും വളരെയധികം കൂടുതലാണ്. പക്ഷേ മെജോറിറ്റി 60% ഞാൻ പറയുകയാണെങ്കിൽ എന്താ 60 അല്ല 70%ഉം ഇറ്റ് സപ്പോർട്ട്സ് ഓപ്ഷൻ റൈറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു മാർക്കറ്റാണ് ഇപ്പം കൃത്യമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു അപ്പർ സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരാൻ ശ്രമിക്കുന്നുണ്ട് ആക്ഷൻ. അതായത് ന്യൂട്രൽ ഡേ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ 48,170 ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ POC വരുന്നത്. അപ്പോൾ 48,175 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC വരുന്നത്. അപ്പോൾ ആ POC ഞാനൊന്ന് മാർക്ക് ചെയ്തു. എത്രയാണ്? 48,175 ആണ് നമ്മുടെ POC വരുന്നത് ബാങ്ക് നിഫ്റ്റി. ഇന്ന് വ്യാഴാഴ്ചയും ന്യൂട്രൽ ഡേ ആയിരുന്നു, ബുധനാഴ്ച ന്യൂട്രൽ ഡേ ആയിരുന്നു. അപ്പോൾ 48,175 നമ്മളെ സംബന്ധിച്ചുള്ള POC വരുന്നത്. ഞാൻ ആ POC മാർക്ക് ചെയ്തു. എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് ഒരു കാര്യം ഓർത്തോളാം, 48,350 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുള്ളൂ. അത്രയാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ സ്പോട്ട് 48,350 മുകളിൽ ഞാൻ ബൈ എടുക്കുള്ളൂ. 48,350 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയിനെ കുറിച്ച് ചെയ്യുന്നുള്ളൂ. ഇനി സെല്ലിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളാം, 47,834 താഴെ മാത്രമേ സെല്ലുള്ളൂ. എത്രയാണ്? 47,834 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ബെയറിഷ് റെഫറൻസ് കുറച്ച് താഴെയാണ്, എന്നാലും നമുക്ക് സേഫ് ആയിട്ട് ട്രേഡ് എടുക്കാൻ അത് സസ്റ്റെയിൻ ചെയ്യാൻ എടുക്കാം. അപ്പം ബെയറിഷും ബുള്ളിഷുമായി 48,350 ബുള്ളിഷ്, 47,834 ബെയറിഷ്. ഇനി 48,350 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടെ വരെ പോവാം? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 48,526. 48,526
സോ R1 എന്ന് പറയുമ്പോൾ നമ്മുടെ ആ കൺസോളിഡേഷൻ വരുന്ന ഭാഗത്തിൻ്റെ ഒരു POC ഉണ്ട് 48,526 ആണ്. ആ POC ആണ് എന്നെ സംബന്ധിച്ചുള്ള R1. ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് R2 എന്ന് പറയുമ്പോൾ വ്യക്തമായി നമ്മൾ നോക്കുകയാണെങ്കിൽ R2 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. എത്രയാണ്? 48,713. ആ ഒരു ഭാഗത്താണ് മാർക്കറ്റ് അടിച്ചത്. 48,713 ആണ് എന്നെ സംബന്ധിച്ചുള്ള R2. ഇതിനപ്പുറത്തേക്ക് ഒരു മൊമെന്റം തരാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. സോ R1 R2 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് വരുമ്പോൾ 47,835 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു POC അല്ലെങ്കിൽ ഈ 48,620 ചെറിയൊരു ടാർഗറ്റാണ്. 47,000 S1 എന്ന് പറയുമ്പോൾ 47,620 അവിടെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. ചെറിയ സപ്പോർട്ടല്ല, ഒരു ചെറിയൊരു എന്താണ് ഒരു പഴയൊരു സിംഗിൾ പ്രിന്റ് അല്ല, ഒരു HVN സോണിന്റെ ഏരിയയൊക്കെയാണ്. അപ്പോൾ അത് 47,620 വരാൻ ചാൻസ് ഉണ്ട്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വേറെ സപ്പോർട്ടൊന്നും ഈ ഭാഗത്തേക്ക് ഇല്ല. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വേറെ സപ്പോർട്ടൊന്നും മാർക്കറ്റിനില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവൻ എങ്ങോട്ടൊക്കെ പോവാം, താഴത്തെ പല റെഫറൻസ് ലെവലിലെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പം 47,000 ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 47,620 പൊട്ടുകയാണെങ്കിൽ ആശാൻ എങ്ങോട്ട് പോവാം? പല സപ്പോർട്ടിൻ്റെ ഭാഗത്തേക്കും പോവാം. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നിങ്ങൾ ഓർത്തുകൊള്ളുക. അത് വ്യക്തമായി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഈ ഒരു ഭാഗം പൊട്ടുകയാണെങ്കിൽ പിന്നെ ബാങ്ക് നിഫ്റ്റിക്ക് വലിയൊരു സപ്പോർട്ടിൻ്റെ ഭാഗത്തേക്ക് വലിയ ഡൗൺവേർഡ് ട്രെൻഡ് ഇനിയും വരാം. ഫസ്റ്റ് അതിന് താഴെ 47,500 എത്രയാണ്? 47,372 400 വരെ 47,420 47,421 ഭാഗമുണ്ടേ. 47,420 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇതെല്ലാം പഴയ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ HVN LVN സോൺസ് ആണ്. അതായത് നമ്മുടെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇലക്ഷൻ്റെ സമയത്ത് വന്ന ഒരു HVN LVN സോൺസ് ഒക്കെയാണ്. അപ്പം 47,734 പൊട്ടുകയാണെങ്കിൽ 47,620 ഭാഗത്തേക്കും 47,420 ഭാഗത്തേക്കും പൊട്ടാം. സെല്ലിൽ നിങ്ങൾ എടുക്കണമെങ്കിൽ 47,730 താഴെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് അതൊരു കംഫർട്ടബിളിറ്റി വന്നാൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് ഒരു കാര്യമുള്ളൂ. അപ്പം ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ എന്താണ്, നമ്മൾ റിസ്ക് വരും. പ്യൂർലി ബാങ്ക് നിഫ്റ്റിയും പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം 47,800 നമ്മളെ ബെയറിഷ് റെഫറൻസിനും ഈ R2നും ഇടയ്ക്കാണ് ഈ ബാങ്ക് നിഫ്റ്റി കടന്ന് വ്യക്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലേതൊന്ന് പൊട്ടിയിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്, വൃത്തികെട്ട മാർക്കറ്റ് രീതിയിലേക്ക് പോകാം. ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ഒരു കളിയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾക്ക് പലരും പറയാറുണ്ട്, സാറേ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ പല റിസ്കുകളുണ്ട്, പല അനാവശ്യമായുള്ള ഫേക്ക് ബ്രേക്ക് ഡൗൺ ഒക്കെ ട്രേഡ് എടുക്കുന്നുണ്ട്, സാർ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം ഞാനത് നിങ്ങളടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിന് എന്തെങ്കിലും ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് വേണം. നിങ്ങൾ ഒരു കൂട്ടം ട്രേഡേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഓഫീസിലേക്ക് വരാം. ഇവിടെ ഞാനും ഇവിടെ കുറേ 10-14 ട്രേഡേഴ്സ് ഒരുമിച്ചുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഫേക്ക് ആയിട്ടുള്ള ട്രേഡ്സ് വരുന്നതിന് അവോയ്ഡ് ചെയ്യാം. ട്രേഡ് എടുത്തില്ലെങ്കിൽ വേണ്ട, ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്തുവാണ് ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഫിയർ, ഗ്രീഡ് എല്ലാം കഴിവതൊരു ഫുള്ളായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, കുറേ ഒഴിവാക്കാൻ പറ്റുമല്ലോ. ആ രീതിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു സെറ്റപ്പ് ഞാനിവിടെ ഒരു ഓഫീസിൽ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതെന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ തമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോസ് അയച്ചു കൊടുക്കുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഹാപ്പി സൺഡേ ടു ഓൾ ഓഫ് യു.